അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സർവലോകനാഥന് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു. കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റജബിലും ശഅബാനിലും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലുണ്ടായി റമളാനിലൂടെ കടന്നു പോകുവാൻ പടച്ചവൻ നമുക്ക് വിധി കൂട്ടട്ടെ എന്ന് തുടക്കത്തിലെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹജ്ജ് പഠന ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയേണ്ടത് ഹജ്ജിൻ്റെ പ്രതിഫലം ചില ചിന്തകൾ എന്നതാണ്. അത് നന്നായി പറയാൻ എനിക്കും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാവുന്നതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് 2 ട്രെയിനിങ് ഉൾപ്പെടുന്ന ഒന്നാണ്. ഒന്ന് ഫിസിക്കൽ ട്രെയിനിങ്, ശാരീരികമായി ചില അധ്വാനങ്ങൾ ആവശ്യമുള്ളതും. രണ്ടാമത്തത് സ്പിരിച്വൽ ട്രെയിനിങ്, മനുഷ്യൻ്റെ ആത്മാവിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലന കളരി കൂടെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള സ്വർഗം നൽകുന്നതിൻ്റെ മാനദണ്ഡം എത്രമേൽ ഈ പോകുന്ന ഓരോ ഹാജിയും സ്പിരിച്വൽ ട്രെയിനിങ്ങിന് വിധേയമായി മാറ്റപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നെനിക്ക് പറയേണ്ടത് ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഹജ്ജ് ഒരു മനുഷ്യരെ പരിവർത്തിപ്പിക്കണം. അതിനാണ് സ്വർഗം പ്രതിഫലം എന്ന് അല്ലാഹു പറഞ്ഞത് തുടക്കത്തിലെ നാം പഠിച്ചിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് ഒരാൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെപ്പോലെ അവനാകും എന്ന് കേട്ടിട്ടുണ്ട്. പാപമില്ലാത്തതാണ് കുഞ്ഞ് എന്നതാണ് അതിൻ്റെ ഒരു സങ്കല്പം. രണ്ടാമത്തത്, കുഞ്ഞിന് ഒരു നിഷ്കളങ്കതയുണ്ട്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഒരു ഹാജി എത്രമേൽ എത്തപ്പെട്ടു എന്നതുകൂടെ അതിനർത്ഥമുണ്ട്. എന്താണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കത എന്ന് നിങ്ങൾക്കറിയുമോ? മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിലും ഒരു കുഞ്ഞിനറിയില്ല എന്നതാണ് ശരി. നമ്മൾ മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം വേർതിരിച്ച് നിർത്തുന്ന കുറേ മതിലുകളുണ്ട്. ഈ മതിലൊന്നും മോണയിൽ പല്ല് മുളക്കാത്ത ഇപ്പോൾ ജനിച്ച കുഞ്ഞിനറിയില്ല എന്നതാണ് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഓരോ ഹാജിയെയും എത്തിക്കുന്ന ഒരിടത്തെക്കുറിച്ചാണ് എനിക്കിന്ന് പറയേണ്ടത്, അഥവാ സ്വർഗമെന്ന പ്രതിഫലത്തിൻ്റെ ചില ചിന്തകളെക്കുറിച്ച്. അറിയുക, ഒരാൾ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് എത്തപ്പെടുന്നത് നമ്മൾ പഠിച്ചതുപോലെ കാബയുടെ നോർത്ത് വെസ്റ്റ് വാൾ ഓഫ് കാബയുടെ നോർത്ത് വെസ്റ്റ് മതിലിൽ അതിനോട് ചേർന്ന് ഒരമതിൽ കെട്ടുണ്ട്. ഹത്തീം എന്നും ഹിജർ ഇസ്മായിൽ എന്നും നമ്മൾ വിളിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഓരോ ഹാജിയും എത്തപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയുമോ, ആ അരമതിൽ കെട്ടുന്നത് ചില്ലറ കാര്യമല്ല. അത് കഅബയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്കും കഅബയുടെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി നമസ്കരിക്കാൻ അനുവാദമില്ല. അത് ആഗ്രഹമില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. മനുഷ്യൻ്റെ ആഗ്രഹത്തെ അല്ലാഹു മാനിക്കുന്നു. നിങ്ങൾക്കതിനകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനകത്ത് കയറി നമസ്കരിച്ചതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് റബ്ബിൻ്റെ കരാർ. അത്
ഈ മതിൽക്കെട്ടിനകത്ത് കയറി ഒരാൾ നമസ്കരിക്കുമ്പോഴാണ്. ആയിഷ ബീവി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹത്തീമിലേക്ക് എൻ്റെ കൈപിടിച്ച് കയറുകയും കയറിയപ്പോഴൊക്കെ അവിടെ നിന്ന് നമസ്കരിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു എന്ന്. അത് നമ്മളും ആവർത്തിക്കണം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഹജ്ജിന് ഒരു ഷീ ലീഡറുണ്ട്. ഹജ്ജിന് ഒരു ഷീ ലീഡറുണ്ട്. നമ്മുടെ നേതാവ് ഹാജറയാവുകയാണ്. ഹജ്ജിൻ്റെ ലീഡർ ഹാജറയാണ്. ഹാജറയും ഭർത്താവ് ഇബ്രാഹിമും ചേർന്നതാണ് ഈ ഹജ്ജിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് തലകുനിക്കുമ്പോഴാണ്, ഇവിടെ നമസ്കരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഒരാൾ വരേണ്ടത്. എന്നു വെച്ചാൽ ഹജ്ജിന് ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ട ലീഡർ അത് ഹാജറാണ്. ഞാനും നിങ്ങളും എൻ്റെ നേതാവായി ഒരാൾ അംഗീകരിക്കണമെങ്കിൽ, ഹാജറിന് ഒരാൾ അംഗീകരിക്കണമെങ്കിൽ, അഥവാ ഹാജറിനെ എൻ്റെ ഹജ്ജിൻ്റെ ലീഡറായി ഞാൻ അംഗീകരിക്കണമെങ്കിൽ ആ ലീഡർഷിപ്പിന് ക്വാളിറ്റികൾ ഉണ്ടാവണം. എന്താണ് ഹാജറിൻ്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾക്കറിയുമോ? ഹാജറിന് 4 ക്വാളിറ്റി ഉണ്ട്. ഈ 4 ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഒന്ന്, ഹജ്ജിൻ്റെ ലീഡറായ ഹാജറിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി അവൾ പെണ്ണാണ് എന്നതാണ്. ഇപ്പോൾ ജനിച്ചു വീണ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് ഒരാൾ പോയി നിന്നാൽ ആ കുഞ്ഞിനറിയില്ല ഇതാണാണെന്നും ഇത് പെണ്ണാണെന്നും. അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആ കുഞ്ഞിനറിയില്ല. നിഷ്കളങ്കമാണത്. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊന്നും ആ കുഞ്ഞിനറിയില്ല. അവിടെയാണ് കുഞ്ഞിൻ്റെ നിഷ്കളങ്കത തെളിയേണ്ടത്. രണ്ടാമത്തത്, ഹാജറിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപത്നി ഹാജറിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി, ദ ബ്ലാക്ക്, അവൾ കറുത്തവളാണ്. നിങ്ങളറിയുമോ, മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന രണ്ടാമത്തെ മതിൽ, ജെൻഡർ കഴിഞ്ഞാൽ, ആണും പെണ്ണും എന്ന ഡിസ്ക്രിമിനേഷൻ കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന രണ്ടാമത്തെ ഡിസ്ക്രിമിനേഷൻ നിറത്തിൻ്റെ പേരിലാണ്. ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടി, ജനിച്ചു വീണ കുഞ്ഞിൻ്റെ മുന്നിൽ ഒരാൾ പോയി നിൽക്കുമ്പോൾ ഈ തൊലി കറുപ്പാണെന്നും ഈ തൊലി വെറുപ്പാണെന്നും ആ കുഞ്ഞിനറിയില്ല. അത്രമേൽ നിഷ്കളങ്കമാണ്. ഈ ഹത്തീമിലേക്ക്, ഹിജ്ർ ഇസ്മായിലിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും, അഥവാ ഓരോ ഹാജിയുടെയും മനസ്സിലുള്ള ഈ 2 വിവേചനവും പൊട്ടി വീഴാതെ അതിലേക്ക് കയറരുത് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. മൂന്നാമത്തത്, ഹാജറിൻ്റെ മൂന്നാമത്തെ ക്വാളിറ്റി, അവൾ സ്ലേവ്, അവൾ അടിമപ്പെണ്ണാണ്. അവൾ അടിമപ്പെണ്ണാണ്, സ്റ്റാറ്റസ് ഇല്ലാത്തവളാണ്. മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്നത് അവൻ്റെ സ്റ്റാറ്റസ് ആണ്. ഒരു മനുഷ്യന്റെ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ പിറന്ന തറവാടും അവൻ്റെ കൈവശമുള്ള പണവുമൊക്കെ ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആണെങ്കിൽ ആ മതിലിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. കെട്ടിപ്പൊട്ടി പാളിസാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് കയറാൻ. മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന ഇതൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതോടൊപ്പം ആ പുണ്യഭൂമിയിലേക്ക് കയറല്ലേ എന്നാണ് പറയുന്നത്. നാലാമത്തെ ഹാജറിൻ്റെ ക്വാളിറ്റി, അവൾ റെഫ്യൂജിയാണ്, അഭയാർത്ഥിയാണ്. ലോകത്ത് ഇന്നും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അത് റെഫ്യൂജികളുടേതാണ്. അല്ലാന്റെ ഭൂമി മനുഷ്യർ അതിരിട്ട് മുറിച്ച് അതിനൊരു പേരിട്ട് ഇതെന്റെ നാടാണെന്നും അത് നിന്റെ നാടും, നാടില്ലാത്തവരായി ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് നിന്റെ മനസ്സിന്റെ സങ്കല്പം എന്താണെന്ന് പടച്ചവൻ അറിയണം. മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിനറിയില്ലല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു രാജ്യമുള്ളവനാണെന്നും പൗരത്വമുള്ളവനാണെന്നും ഒരു കുഞ്ഞിനറിയില്ല. ഈ 4 ക്വാളിറ്റിയുള്ള വിശ്വാസം എങ്ങനെ ഇരിക്കണം എന്നതാണ് ഇന്നത്തെ ക്ലാസിന്റെ മർമ്മം. ഇനി ഒന്നാമത്തതിലേക്ക് വരാം. അതായത് ഹാജറിനെ ലീഡറായി അംഗീകരിക്കുമ്പോൾ അവളുടെ ഒന്നാമത്തെ ക്വാളിറ്റി അവൾ ഒരു പെണ്ണാണ് എന്നതാണ്. ഈ ക്ലാസ് കേൾക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്,
ദേ നോക്കൂ, നമ്മളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഖുർആനിലൊരു വചനമുണ്ട്, ആലിമ്രാനിലെ 195 വചനം. ഇല്ല, എവിടെയും വേർതിരിയുന്നില്ല, ഒരിടത്തും വേർതിരിയുന്നില്ല. ലാ ഉലീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ വ ഉൻസ. ആണോ പെണ്ണോ ആവട്ടെ, അവനാണാവട്ടെ പെണ്ണാവട്ടെ, ആര് കർമ്മം ചെയ്താലും അത് പാഴാവില്ല കേട്ടോ. ഒരേപോലെ ആണും പെണ്ണും ഒരിടത്തും ഒരു വിവേചനവുമില്ല. പെണ്ണിനെ അടിമയാക്കിയും മോശക്കാരാക്കിയും കഴിവില്ലാത്തവരാക്കിയും ഒക്കെയാണ് എൻ്റെ ജീവിത ശൈലിയെങ്കിൽ ഹാജറിൻ്റെ ഹത്തീമിലേക്ക് കയറരുത്. അതിവിടെ വെച്ചോ അവസാനിപ്പിച്ച് തുടങ്ങണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ഒരു വചനമുണ്ട്, ദ വേഴ്സ് ഓഫ് ജെൻഡർ ഈക്വാലിറ്റി. ആണും പെണ്ണും വേർതിരിയുന്നില്ല, ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. അതിമനോഹരമായ സൂക്തം, അമേസിംഗ് ആണത്. കേട്ടു നോക്കൂ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ ആണും പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വസിച്ച ആണും പെണ്ണും, വൽ ഖാനിതീന, ഭക്തിയുള്ള ആണും പെണ്ണും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധതയുള്ള ആണും പെണ്ണും, വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമയുള്ള ആണും ക്ഷമയുള്ള പെണ്ണും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, വിനീതനായ ആണും പെണ്ണും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനം കൊടുക്കുന്ന ആണും പെണ്ണും, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന ആണും പെണ്ണും, വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിലാത്ത്, നമ്മുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന ആണും പെണ്ണും, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആണും പെണ്ണും. അഅദ്ദല്ലാഹു ലഹും, തയ്യാറാണിവിടെ, അല്ല റെഡിയാക്കിയിട്ടുണ്ട്, മഗ്ഫിറതൻ വഅജ്റൻ അലീമ, രണ്ടുപേർക്കും ഒരുപോലെ പാപമോചനവും ഒരുപോലെ കൂലിയും. ഇതിൽ വിശ്വസിക്കുന്നവരായിട്ട് വേണം. ആണും പെണ്ണും തമ്മിൽ തഖ്വയിലല്ലാതെ ഒരിടത്തും ഒരു വിവേചനവും ഇല്ല എന്ന് വിശ്വസിച്ചേ മതിയാകൂ. ഹജ്ജിന് പോകുന്ന പുരുഷന്മാരോട് എനിക്കോർമ്മിപ്പിക്കുവാനുള്ളത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന ഒരു വചനമുണ്ട്. അത് ഈ ആയത്താണ് ദ മോസ്റ്റ് ഡിബേറ്റഡ് ആയ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരായത്താണ്. അതിനർത്ഥം വെക്കുന്നത്, മെജോറിറ്റിയും അർത്ഥം വെക്കുന്നത്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ കരുത്തുണ്ട്, അവർക്ക് പവറുണ്ട്, അവരുടെ മേലിൽ അധികാരമുണ്ട് എന്നൊക്കെയാ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മെൻ ആർ ദ കെയർ ടേക്കേഴ്സ് ഓഫ് വുമൻ. അതെ, ആണുങ്ങളെ, സ്ത്രീകളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ അവരുടെ ഉത്തരവാദിത്വം തന്നിരിക്കുന്നു എന്നാണ് ആ ആയത്തിന്റെ സോൾ. എന്ന് വെച്ചാൽ എക്കാലത്തും സ്ത്രീ ആണിന്റെ സംരക്ഷണത്തിലേ കഴിയാവൂ എന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു. ആണുങ്ങളോട് പറയുക, ലോകനാഥന്റെ രാജകൽപ്പനയുണ്ട്. എന്താണ് ആ കൽപ്പന? ഒരു സ്ത്രീ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അവൾ അനുഭവിക്കുന്ന എല്ലാ റോളുകളിലും ഇതിന്റെ ഉത്തരവാദിത്തം ആണുങ്ങളെ നിങ്ങളുടെ കയ്യിലാണ് എന്ന്. നോക്കൂ, അല്ലാഹുവിന്റെ മാസ്റ്റർ പീസ് അത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ എക്കാലത്തും ആണുങ്ങളുടെ സുരക്ഷിതത്വത്തിലാണ് കഴിയേണ്ടത്. മകളായി ആദ്യത്തെ റോൾ അവൾ അഭിനയിക്കുമ്പോൾ വാപ്പയുടെ കീഴിൽ ജീവിക്കണം. പിന്നീട് വാപ്പയുടെ മരണശേഷം ആങ്ങളയുടെ സുരക്ഷിതത്വത്തിൽ പെങ്ങളായി അവൾ കഴിയണം, രണ്ടാമത്തെ റോൾ. മൂന്നാമത്തെ റോൾ, ഓരോ പെണ്ണും ഭർത്താവിന്റെ കീഴിൽ അവൾ കഴിയണം. നാലാമത്തെ റോൾ, ഉമ്മയായി മാറുമ്പോൾ മക്കളുടെ കീഴിലും അവൾ കഴിയണം. അഥവാ ആണുങ്ങളുടെ സംരക്ഷണത്തിലല്ലാതെ പെണ്ണ് കഴിയാൻ പാടില്ല എന്നതാണ് ദൈവിക നിയമം. ഇത് കേൾക്കുന്ന സ്ത്രീകൾ തെറ്റിദ്ധരിക്കരുത്, അതെന്താ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നത്. സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോടുള്ള റബ്ബിന്റെ പരിഗണനയാണ്. ഏറ്റവും പരിഗണിക്കപ്പെട്ട സൃഷ്ടി നിങ്ങളാണ്. കാരണം വില കൂടിയത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ വില കൂടിയ ഒരു സാധനമുണ്ട് എന്ന് ധരിക്കുക. നല്ല വില കൂടിയ ഒരു സ്വർണത്തിന്റെ ബാറുണ്ട്. ആ സ്വർണത്തിന്റെ ബാറ് നമ്മൾ ഒരിക്കലും പുറത്തേക്ക് വെക്കാറില്ല. മറിച്ച്
അത് കെട്ടിപ്പൂട്ടി നമ്മൾ സുരക്ഷിതമായിട്ടല്ലേ വെക്കാറുള്ളൂ. ആദ്യം അതിനൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സ് പിന്നീട് വീണ്ടും ഒരു അലമാരയിൽ, ആ അലമാര വീണ്ടും ഒരു മുറിയിലിട്ട് പൂട്ടുന്നത് അതിന് വിലയുള്ളത് കൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ വിലയുള്ളത് കൊണ്ടാണ് ആണുങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയേണ്ടത് എന്ന് റബ്ബ് വിധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ അള്ളാഹു ആണുങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യമായി ഒരു പെൺകുട്ടി മകൾ എന്നുള്ള റോൾ വാപ്പയുടെ കീഴിൽ ജീവിക്കുമ്പോൾ അവളെ അള്ളാഹു രക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ അല്ല പറയുന്നതെന്നറിയുമോ? നിങ്ങൾക്ക് മൻ കുന്നലഹു തലാത്തു ബനാത്ത്, നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെന്ന് ധരിക്കുക, 3, 2, 1 ആകട്ടെ. എന്നിട്ട് യുവീഹിന്ന, അവർക്ക് നിങ്ങൾ സുരക്ഷിതത്വം നൽകി. വയർഹമുഹുന്ന, ആ പെൺകുട്ടികളോട് നിങ്ങൾ കാരുണ്യം കാണിച്ചു. വയക്കുഫുലുഹുന്ന, അവർക്ക് നിങ്ങൾ വല്ലാത്ത സുരക്ഷിതത്വ ബോധം നൽകിയാൽ വജബത്ത് ലഹുൽ ജന്ന, വാപ്പാന്റെ അടുത്ത് പറയാ നിനക്ക് സ്വർഗം തരാമെന്ന്. ഈ മകളെ ഒന്ന് നേരെ വളർത്തി കാണിച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് റബ്ബിന്റെ ഉറപ്പ്. എന്ന് വെച്ചാൽ വാപ്പയാകുന്ന എൻ്റെ സ്വർഗത്തിന്റെ കാരണക്കാരി എൻ്റെ മകളാണ്. ഏതെങ്കിലും ഒരു മകൾ വാപ്പയുമായി പ്രയാസത്തിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഹാജറയെ ലീഡറായി അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പറഞ്ഞു വെച്ചത്. ഏതെങ്കിലും ഹജ്ജിന് പോകുന്നവർ പെൺമക്കളുമായി വല്ല പ്രയാസത്തിലുമാണെങ്കിൽ അതെല്ലാം തീർക്കാതെ ഹാജറിരുന്ന സ്ഥലത്തേക്ക് കയറാൻ അർഹതയില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. ഇനി വാപ്പയെങ്ങാനും മരിച്ചു എന്ന് ധരിക്കുക. വാപ്പ മരണപ്പെടുമ്പോൾ പിന്നീട് പെൺകുട്ടികളുടെ ഉത്തരവാദിത്വം ആങ്ങളെയാണ് എടുക്കേണ്ടത്. ആ ആങ്ങളയോട് റബ്ബ് പറയുന്നൊരു വർത്തമാനമുണ്ട്, ലാ യകൂനു ലിഅഹദിൻ ഉഖ്താൻ, ഒരാൾക്ക് 1, 2 സഹോദരി ഉണ്ട് എന്ന് ധരിക്കുക. ആ സഹോദരിയുടെ ഉത്തരവാദിത്വം എന്നിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോ ഫയത്തഖില്ല, അല്ലാഹുവിനെ പേടിക്കുകയും വയുഹ്സിൻ ഇലൈഹിന്ന, ഈ പെങ്ങന്മാരോട് നല്ല നിലയിൽ ഒരാൾ വർത്തിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, ആങ്ങളയോട് പറയാ ഇക്കാക്കാക്ക് സ്വർഗം തരാം, അനിയ നിനക്കും സ്വർഗം തരാം. എന്ന് വെച്ചാൽ ഒരു സഹോദരന്റെ സ്വർഗത്തിന്റെ കാരണക്കാരി അവന്റെ പെങ്ങളാണ്. ഈ ഹജ്ജിന് പോകുന്നവരിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതിലേതെങ്കിലും ഒരാൾ അവന്റെ പെങ്ങളോട് പ്രയാസകരമായ അവസ്ഥയിലാണെങ്കിൽ ഹാജറിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. അത് തീർത്തിട്ട് വേണം പോകാൻ. അപ്പോഴോ ഒരാങ്ങളയുടെ സ്വർഗത്തിന്റെ കാരണക്കാരി അവന്റെ പെങ്ങള് തന്നെ. ഇനി മൂന്നാമതായിട്ട് സ്ത്രീകളുടെ റോൾ ഭാര്യ എന്ന നിലയിലാണ്. ഭർത്താവിന്റെ കീഴിലാണ് അവർ ജീവിക്കേണ്ടത്. മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ പിള്ളേരെ. മ്യൂട്ട് ചെയ്യാത്തവരുണ്ടോ? ലെറ്റ് മി സീ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോ ഇനി മൂന്നാമത്തെ റോൾ ഒരു പെണ്ണ് അഭിനയിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ കീഴിലെ ഭാര്യയായിട്ടാണ്. കല്യാണത്തിന്റെ സദസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനെ ബലിഷ്ഠമായ കരാർ എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്ന സദസ്സിൽ നടക്കുന്ന കാഴ്ച എന്താ? പെണ്ണിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ച് ഒരു വർത്താനം പറയും. എന്താണ് ആ ഡയലോഗ് എന്നറിയോ? അത് പറയുന്നത്, അല്ലാഹുവിന്റെ നിയമത്തെ പാലിച്ചും പേടിച്ചും എൻ്റെ മോളോട് ഒരനീതിയും പ്രയാസവും കാണിക്കാതെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇപ്പോ നിന്റെ കയ്യിലേക്ക് ഞാൻ തരിക, ഈ എൻ്റെ മോളുടെ സുരക്ഷിതത്വം നീ ഏറ്റെടുക്കൂലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുമ്പോ കല്യാണം കഴിക്കാൻ വരുന്ന ആള് പറയണം, ഖബിൽതു വറലീത്,
നീ പറയുന്ന കണ്ടീഷൻ മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. ഈ കരാറ് പൊട്ടിച്ചാൽ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട കയ്യിൽ നിന്ന് സുരക്ഷിതത്വമില്ലായ്മ അനുഭവിക്കേണ്ടി വന്നാൽ പിന്നീട് റബ്ബ് പറയുന്നൊരു വർത്തമാനമുണ്ട്. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കും, എന്തിനാണ് നീ കരഞ്ഞതെന്ന്. അതിന്റെ അർത്ഥം കുഴിച്ചു മൂടിയ പെണ്ണിനോട് മാത്രമല്ല, കരഞ്ഞ പ്രയാസം അനുഭവിക്കുന്ന ഓരോ പെണ്ണിനോടും ചോദിക്കും, എന്തിനാ പെണ്ണെ നീ കരഞ്ഞതെന്ന്. അഥവാ എന്റെ സ്വർഗത്തിന്റെ കാരണക്കാരി എന്റെ ഭാര്യയാണ്, എന്റെ സ്വർഗത്തിന്റെ കാരണക്കാരി എന്റെ ഭാര്യയാകുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നാലാമതൊരു റോളുണ്ട്. ആ റോൾ എന്താ? ഉമ്മയാകുമ്പോഴാണ്. ഉമ്മയായി കഴിയുമ്പോ എല്ലാ മക്കളടുത്തും പറയണ എന്താണെന്നറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഇതിലേതെങ്കിലും ഒരാൾ ഭാര്യയുമായുള്ള ബന്ധങ്ങളിൽ കണിശക്കാരനും പ്രശ്നക്കാരനും കുഴപ്പക്കാരനും ഒക്കെ ആയിട്ട് സ്വന്തം കൂടെ ജീവിക്കുന്ന പെണ്ണിന്റെ മനസ്സിലേക്ക് കേറാൻ കഴിയാതെ അള്ളാഹുവിന്റെ മനസ്സിലേക്ക് കേറാമെന്ന തോന്നലുമായി മക്കയിലേക്ക് വണ്ടി കയറണ്ട എന്നതാണ്. എങ്കിൽ പിന്നെ ഹാജറിനെ, പെണ്ണിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം. ഇനി ഉമ്മയായി മാറുമ്പോ ഉമ്മയെ കുറിച്ച് പറയുന്നത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതെ, എല്ലാ ഈ സൗണ്ട് നമ്മുടെ പുറത്തുനിന്നല്ല. എല്ലാരും മ്യൂട്ടാക്കിയിട്ടുണ്ടല്ലോ. അതിപ്പോ പറയുന്ന ആളല്ലേ? അഹമ്മദ് റാഫി ആക്കിയല്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? യെസ് ഓക്കെ. ഇപ്പൊ ഓക്കെ, സഫീല ബി ഓക്കെ ആണ്. ഇനി നാലാമത്തെ റോൾ ഉമ്മയായിട്ടാണ്. ആ ഉമ്മയെ സംരക്ഷിക്കപ്പെടാൻ മക്കളുടെ കടമയാ. എന്നിട്ട് അല്ല പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഏതൊരു വലിയ മകന്റെയും, അവൻ എത്ര കേമനായാലും, എത്ര പൈസ കൈവശം വെച്ചാലും, എത്ര വലിയ കസേര ഇരുന്നാലും, നിങ്ങളുടെ സ്വർഗം ഉമ്മാന്റെ കാൽപ്പാടിലാണ്. ഉമ്മയോടുള്ള ബന്ധം കൃത്യമാകാതെ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കാൻ പുറപ്പെട്ടാൽ ഇത് നടക്കൂല എന്നാണ് പറയാൻ ശ്രമിച്ചത്, അല്ലേ? ഇനി നമ്മുടെ ഉമ്മയോടുള്ള കടപ്പാട് അതുകൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഉമ്മയോടുള്ള കടപ്പാട് തീരുമോ? നിങ്ങൾ പറ. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമുണ്ട്. അതേതാണെന്നറിയുമോ നിങ്ങള്? അതെന്റെ പൊക്കിൾ കൊടിയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്റെ വയറിന്റെ നടുവിലുള്ള ബെല്ലിബട്ടൻ എന്റെ പൊക്കിൾ കൊടിയാണ്. അതിനൊരു ബയോളജിക്കൽ ബ്യൂട്ടി ഉണ്ട് എന്നറിയാം, പക്ഷേ അതിന്റെ സ്പിരിച്വൽ ബ്യൂട്ടി, അതിന്റെ ആത്മീയ ഭംഗി അറിയോ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ നോക്കണം. എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നിരുന്ന സമയത്ത് എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും അത് പുറത്തേക്ക് തള്ളും. ഒരു വേള അവളുടെ കുടൽ വരെ പുറത്തേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് വയറമർത്തി പിടിച്ചിട്ടുണ്ടാകും. അത്രമേൽ പ്രയാസം. പക്ഷേ എത്ര ഛർദിച്ചാലും അതിന്റെ രുചിയും മണവും വായിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്റെ ഉമ്മ വീണ്ടും വീണ്ടും കുടിച്ചു. എന്തിനാണ് ഈ സാഹസികത അവൾ ചെയ്തത്? ആ സാഹസികത ചെയ്യാൻ കാര്യം അവളുടെ ശരീരം സ്വീകരിക്കാത്ത ഭക്ഷണം വേണ്ടെന്ന് വെച്ചില്ല, വീണ്ടും വീണ്ടും കുടിച്ചത്. ഞാനാകുന്ന മകന്റെ എന്റെ വയറ്റിലേക്ക് എന്റെ ഉമ്മ ഒരു കുഴലിട്ടിട്ടുണ്ട്, സ്നേഹത്തിന്റെ കുഴൽ. ആ കുഴലിലൂടെ എന്റെ ശരീരത്തിന് വേണ്ടാത്ത സാധനം എന്റെ ഉമ്മയിലേക്ക് കിട്ടട്ടെ എന്ന് ധരിച്ചിട്ടാണ് ഉമ്മ അത് കുടിച്ചത്. എന്നിട്ട് പ്രസവിച്ച സമയത്ത് ശരീരശാസ്ത്രം മുഴുവൻ തോറ്റുപോയി, ഞരമ്പുകൾ പൊട്ടി എല്ലുകൾ വിടർന്ന് ഞാൻ എൻ്റെ ഉമ്മയുടെ വയറിൽ നിന്ന് പുറത്തു വന്നപ്പോ ദേ നോക്കൂ, ഈ കുഴൽ മാത്രം പൊട്ടിയിട്ടില്ല. ഈ കുഴൽ മാത്രം പൊട്ടാത്തത് റബ്ബിന് പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, മനുഷ്യനെ കാണിക്കാൻ അറിയണം. നിന്റെ ഉമ്മയുടെ സാഹസികത കാണണം. ഇത് മാത്രം പൊട്ടുകയില്ല, ഇത് നമ്മൾ പൊട്ടിക്കണമെന്ന് അള്ള വിധിക്കുന്നു. അങ്ങനെയാണ് പ്രസവാനന്തരം ഈ കുഴലിനെ മനുഷ്യൻ ഒരു ഇൻസിഷൻ, ഒരു ചെറിയ മുറിവുണ്ടാക്കും. മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രകൃതിയുണ്ട്. ചെറിയ പ്രായത്തിൽ മുറിവുണ്ടായാൽ കല വരാൻ പാടില്ല. ഡോക്ടർമാര് മുഴുവൻ നമ്മുടെ ശരീരം തലങ്ങും വിലങ്ങും മുറിക്കുന്നത് ശരീരത്തിലാണ് അവർക്ക് വിശ്വാസം. ഉണക്കിത്തരും, കലയില്ലാതെ മറുകില്ലാതെ അത് ഉണക്കിത്തരും. എന്നാൽ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയ ഈ ഒരു മുറിവുണ്ടല്ലോ,
ആ മുറിവ് കല വരാൻ പാടില്ല. എന്നാൽ പിന്നീട് അത് ഉണങ്ങി 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 എൻ്റെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമായി റബ്ബ് പതിപ്പിക്കുകയായിരുന്നു. ഇതെൻ്റെ ഉമ്മക്കുള്ള കടപ്പാടിൻ്റെ മറുകാണത്. എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് തീരണമെങ്കിൽ ഞാൻ തീരണം. കാരണം ആ പാടും വെച്ചാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. പറയാൻ വെച്ചത്, ഉമ്മയുമായുള്ള ബന്ധങ്ങളിൽ വല്ല പ്രയാസവുമുണ്ടെങ്കിൽ ആ കാലിൽ പോയി വീണ് മാഫറത്ത് ചോദിക്കാതെ, തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം ഈ മോനെന്ന് പറയാതെ, അല്ലെങ്കിൽ എൻ്റെ ഹജ്ജ് സ്വീകരിക്കില്ല എന്ന് പൊട്ടിക്കരയാതെ പോകാൻ പറ്റൂല. ഇനി ഒന്ന് പോയി കാല് പിടിക്കാനും പറയാനും ആളില്ലെങ്കിൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ എന്ന് വിളിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയാണ്. അതില്ലാത്തവരാണെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഞാൻ ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചത്, ഇവിടെ നമ്മുടെ പെൺമക്കൾ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഉമ്മ തുടങ്ങിയ സ്ത്രീകളുമായുടെ സംരക്ഷണത്തിൽ വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് ഹാജറിനെ ലീഡറായി അംഗീകരിക്കാൻ ഒരാൾക്ക് പറ്റൂ എന്നാണ് പറയാൻ ശ്രമിച്ചത്. രണ്ടാമത്തത്, ഹാജറിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞത്, അവൾ കറുത്തവളാണ് എന്നതാണ്. അതെ, ലോകത്തിന്നും തീർത്താൽ തീരാത്ത ഏറ്റവും വലിയ അപകടം മനുഷ്യന്റെ തൊലിയെക്കുറിച്ചാണ്. അല്ലെന്ന് പറ, കറുത്തവനും വെളുത്തവനും ഇന്നും പ്രശ്നമാണ്. നിങ്ങളറിയുമോ, നമ്മളിൽ അതില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് അർത്ഥം. നമുക്കിണയെ തെരഞ്ഞപ്പോ കറുപ്പിനെ വെറുത്തവർ, നമ്മുടെ മക്കൾക്കു വേണ്ടി ഇണയെ തെരഞ്ഞപ്പോ വെളുപ്പ് മാത്രം നോക്കി നടന്നവർ, നമ്മുടെ കൂട്ടത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നമുള്ള ഞാനും നിങ്ങളും അങ്ങോട്ട് വണ്ടി കയറണ്ട. ഇത് മുഴുവൻ തല്ലിക്കൊഴിച്ചിട്ടല്ലാതെ ഹാജറിനെ ലീഡറാക്കി അംഗീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റില്ല. ഹാജർ കറുത്തവളാ. ആ കറുത്തവൾ ഇരുന്ന സ്ഥലത്ത് തലകുനിക്കാതെ സ്വർഗം വിധിക്കില്ല. എങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ടി വരും, എൻ്റെ മനസ്സിനകത്ത് കറുപ്പിനും വെറുപ്പിനും ഒരു സ്ഥാനമില്ലെന്ന്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ റസൂല് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, റസൂലിന്റെ ഒരു വർത്തമാനമുണ്ട്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ നാഥനൊന്ന്, വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ വാപ്പയും ഒന്ന്. പിന്നെ എങ്ങനെയാ? അലാ, അറിഞ്ഞേക്കുക, ലാ ഫദ്ല ലിഅഹ്മർ അലാ അസ്വദ്, നല്ല ചുമന്നു തുടുത്ത തൊലിക്കാരനും അവനെ കറുത്തവനേക്കാൾ ഒരു ഫദലും ഒരു ശ്രേഷ്ഠതയുമില്ല. വലാലി അസ്വദ അലാ അഹ്മർ, തിരിച്ചിങ്ങോട്ടുമില്ല. ഇല്ലാ ബി തഖ്വ, ഇനി എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് തഖ്വയിൽ മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തഖ്വയുള്ളവനാണോ എന്നത് മാത്രമാണെന്ന് ഒറ്റം. എന്നിട്ട് റസൂൽ അത് അവസാനിപ്പിക്കണേന്ന് അറിയുമോ? അലാ ഹൽ ബല്ലഅതു, ഞാനത് കാണിച്ചിട്ടില്ലേ നിങ്ങൾക്ക്? ഞാനത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അതെ, നമ്മുടെ റസൂല് കാണിച്ചിട്ടുണ്ട്. എന്താ പിന്നെ എനിക്കും നിങ്ങൾക്കും ഒരു മടി? പോകുന്ന സ്ഥലം ഏതാണെന്നറിയുമോ? അതേ സ്ഥലത്ത് വെച്ചാണ് കറുത്ത ബിലാലിനെ തല്ലിച്ചതച്ച സദസ്സിലേക്കാണ്, തല്ലിച്ചതച്ച മുറ്റത്തേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഈ മനസ്സ് വെച്ച് പോകാൻ പറ്റുമോ? നിങ്ങൾ പറ, ആരാണ് ബിലാൽ എന്ന് നിങ്ങൾക്കറിയാം. ആ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ വേണ്ടി പാതിരാത്രി വീട്ടിൽ വന്നത് നിങ്ങൾക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു രാത്രി കാലത്ത് ഈ തൊഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നാണ് ബിലാലിനോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ഉള്ളിൽ കിടക്കുന്ന ഉമയ്യത്തറിയാതെ രഹസ്യമായി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഖുറൈശിക്കാരനായ അബൂബക്കർ. ആരാ ഖുറൈശിക്കാരൻ അറിയുമോ? അറബി നാട്ടിലെ വലിയ തറവാട്ടുകാരാണ്. ആ തറവാട്ടിലെ ഒരാളാണ് നേരെ ഈ അടിമയായ ബിലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇസ്ലാം പറയുന്നത്. എന്നിട്ട് റസൂലിനെ കാണാൻ കൊതിമൂത്തിട്ട് രാത്രി അവിടുന്ന് രക്ഷപ്പെടുമ്പോ വീട്ടിലെത്തിയിട്ട് വാതിൽ തട്ടി, യാ റസൂലല്ല, അല്ലാന്റെ റസൂലേ, ആരാണ് പുറത്ത് ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോ ഞാനാണ് ബിലാൽ എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ കയറണം, ഉള്ളിലേക്ക് കയറി വാ എന്ന് പറഞ്ഞപ്പോ ബിലാൽ പറയാണ്, ഞാൻ അടിമയാണ്. അഥവാ
നിങ്ങളെ വീട്ടിൽ എന്നെ കയറ്റൂല എന്ന്. കേറി ബിലാൽ കേറിന് വരികയാണ്. കേറി വന്ന ഉടനെ റസൂല് കെട്ടിപ്പിടിച്ചപ്പോ എലി വിറക്കും പോലെ ബിലാൽ വിറക്കുകയാണ്. എന്തിനാണ് ബിലാൽ താങ്കൾ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, പേടിച്ചിട്ടല്ല റസൂലെ, എന്റെ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മ എനിക്ക് പാല് കൊടുക്കുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചതല്ലാതെ ഈ പ്രായത്തിൽ മറ്റൊരു മനുഷ്യൻ എന്നെ കൂട്ടിപ്പിടിച്ചിട്ടില്ല. ഈ സന്തോഷം കൊണ്ടാണ് ഞാൻ വിറക്കുന്നത് എന്നാണ് ബിലാൽ പറയുന്നത്. കറുത്തവൻ അടക്കി പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. മനുഷ്യന്റെ ഭംഗിയില്ലായ്മയെ അല്ലെ അവരൊക്കെ ചേർത്ത് നിർത്താൻ, വൈകല്യങ്ങളെ മനസ്സിലാക്കാനും അടുപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയാത്ത ഒരു മനസ്സുമായി അങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. റസൂല് ചോദിച്ചില്ലേ, ഞാൻ നിങ്ങളിലേക്ക് ഇത് കാണിച്ചു തന്നിട്ടില്ലേ എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കാണിച്ചെന്താണെന്നറിയുമോ? മക്ക കീഴടക്കിയ ചരിത്രം നിങ്ങൾക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി 10 വർഷം കഴിഞ്ഞപ്പോൾ റസൂൽ ഒരു വരവുണ്ട്. മക്കയിൽ നിന്ന് ആട്ടിപ്പായിപ്പിച്ച റസൂലല്ല തിരിച്ചു കയറുന്നത്, മക്കയുടെ രാജകുമാരനായി ഒരു വരവുണ്ട്. അങ്ങനെ മക്ക കീഴടങ്ങുന്നു. മക്ക കീഴടങ്ങിയിട്ട് റസൂൽ ഒരു വിളിയുണ്ട്. ഈ കഅബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് വിളിക്കൻ, സന്തോഷം പ്രകടിപ്പിക്കൻ. ആര് വിളിക്കും എന്ന് ചോദിക്കുകയാണ്. ആര് വിളിക്കും എന്ന് ചോദിച്ചപ്പോ ഇതൊരു വലിയ സ്റ്റാറ്റസ് ആണ്. ചരിത്രത്തിൽ എഴുതി വെക്കും ഈ ബാങ്ക് വിളിക്കാരനെ, ഈ വിജയഭേരി മുഴക്കുന്നവനെ ചരിത്രത്തിൽ എഴുതി വെക്കും എന്ന് വിചാരിച്ചിട്ട് ഖുറൈശി തലവന്മാർ മുഴുവൻ തലപൊക്കി, കാലിന്റെ വിരലിൽ നിന്ന് തലപൊക്കി, ഞാൻ എന്ന് എന്നെ വിളിക്കട്ടെ എന്ന് വിചാരിച്ച. പക്ഷേ ആരെയും വിളിക്കാതെ റസൂൽ ഒരു വിളിയുണ്ട്, ബിലാൽ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ബിലാൽ പിറകോട്ട് പോവുകയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയുമോ? എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ തറവാടില്ലാത്തവനാണ് ഞാൻ, അടിമവംശത്തിൽപ്പെട്ടവനാ. അതുകൊണ്ട് എന്നെ വിളിക്കില്ല, എന്റെ ആഗ്രഹം കൊണ്ട് കേട്ടതാകും എന്ന് വിചാരിച്ചിട്ട് ബിലാൽ പിറകോട്ട് നടക്കുകയാണ്. പിറകോട്ട് നടക്കുന്ന ബിലാലിനെ വീണ്ടും വിളിക്കും, അൻതയാ ബിലാൽ, നിന്നെയാണ് ബിലാൽ വിളിച്ചത്. അപ്പോഴാണ് എന്നെ തന്നെയാണല്ലോ എന്ന് വിളിച്ചത്. ഇങ്ങനെ കയറി വരികയാണ്. ദ പ്രൈഡ് സ്റ്റെപ്സ്, വല്ലാത്തൊരു വരവ്. ആ വരവ് കണ്ടപ്പോ ഖുറൈശികൾ അവിടെ നിന്ന് മന്ത്രിച്ചു. എന്താ പറയുക, കാക്ക വരുന്നത് കണ്ടോ, കാക്ക കുറുകാൻ വരുന്നു എന്നാ പറഞ്ഞത്. ഉള്ളിലിങ്ങോട്ട് തികട്ടി വരിക ദേഷ്യം. എന്നിട്ട് കഅബയുടെ അടുത്തെത്തിയ ബിലാലിന്റെ അടുത്ത് പറഞ്ഞു, ബിലാൽ ഇതിന്റെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് വിളിക്കണം. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചപ്പോ നിന്നെ തല്ലി ചതച്ച ഈ നാട്ടിൽ ഇനി നിന്നെ തല്ലാൻ ആരുണ്ടെന്ന് നോക്കട്ടെ, കേറ് ബിലാൽ. ഈ കഅബയുടെ മതിലിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചിട്ട് പറഞ്ഞു, ഇവിടെ ചവിട്ട്. കാല് പൊന്തുന്നില്ല, കാല് വിറക്കുകയാണ്. ആടിക്കൊണ്ടിരിക്കുന്ന ബിലാലിന്റെ കാലിന്റെ താഴെ പിടിച്ച് തോളിൽ വെച്ചിട്ട് പറഞ്ഞു, കേറണം ബിലാൽ. ഏതാണ് ആ തോളെന്നറിയുമോ? 1,24,000 വരുന്ന പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയുടെ തോളിലാണ് ഇതിന്റെ മുകളിൽ കേറാൻ പറയുന്നത്. അതെ, അലാഹൽ ബല്ലഅതു, ഞാൻ എത്തിച്ചിട്ടില്ലേടാ, ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ എന്ന് കറുത്തവനെ മാറ്റി നിർത്തരുത്, അടക്കി പിടിക്കണം. അല്ലേ? അതെ, നമ്മുടെയൊക്കെ മനസ്സിലും ഒരു ചെറിയ നൂൽ ഇപ്പോഴും കറുപ്പിലും അഴകിലുമൊക്കെ ഇരിപ്പുണ്ട്. മനുഷ്യന്റെ കോലവും ഇതൊക്കെ അവന്റെ സ്ഥാനവുമൊക്കെ നിശ്ചയിക്കുന്നത് അവന്റെ ശാരീരികാവസ്ഥയിലാണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാരും ഹാജറിനെ ലീഡറായി അംഗീകരിക്കാനാവില്ല എന്നതാണ്. ഇനി മൂന്നാമത്തത്, ഹാജറിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി, അവൾ അടിമപ്പെണ്ണാണ്. അവൾ. എന്താണ് അടിമപ്പെണ്ണിനെ ലീഡറായി അംഗീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ? നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജോഗ്രഫിക് പോയിന്റ് ഉണ്ട്, കേരളമാണ്. കേരളത്തിലെ മനുഷ്യർക്ക് ഒരുപാട് ഡിവൈഡുകളുണ്ട്. പണവും തറവാടും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാ, അല്ലേ? ഉറപ്പാണ്. മനുഷ്യനും തമ്മിൽ വേർതിരിക്കുന്ന ഒരുപാട് മതിലുകൾ നമ്മുടെ മനസ്സിലുണ്ട്. പൈസയുള്ളവനും പൈസയില്ലാത്തവനും, കാറുള്ളവനും കാറില്ലാത്തവനും, ജോലിയുള്ളവനും ജോലിയില്ലാത്തവനും,
വീടുള്ളവനും വീടില്ലാത്തവനും, സ്ഥാനമുള്ളവനും സ്ഥാനമില്ലാത്തവനും, ഇങ്ങനെ 100,000 ഡിവൈഡുകൾ നമ്മുടെ മനസ്സിലുണ്ട്. എങ്ങനെയാണോ കുഞ്ഞാവാൻ കഴിയുന്നത്? ഒരു കുഞ്ഞിന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യരുടെ വിവേചനവും അവർക്കറിഞ്ഞുകൂടാ. അല്ലേ? തറവാടിനെ കുറിച്ച് അഹങ്കരിക്കുന്നവൻ ഹത്തീമിലേക്ക് എൻട്രി ചെയ്യരുത്. പൈസയുള്ളവരോട് മാത്രം സഹകരിക്കുന്നയാൾ ആ ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്ത് വരരുത്. അടിമയായ മനുഷ്യനെ പോലും അടക്കി പിടിക്കാൻ, ഒന്നുമില്ലാത്തവന്റെ കൂടെ ഇരിക്കാനും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ ശീലിക്കണം. കല്യാണ വേളകളിൽ വരെ VIP-കൾ വരുമ്പോ പ്രത്യേകം മേശയിൽ തുണി വിരിച്ചും പ്രത്യേക ഭക്ഷണമൊരുക്കിയും പ്രത്യേക റൂം ഒരുക്കിയും ഒക്കെ ഇരിക്കുന്നവർ ഒന്നാലോചിച്ചിട്ട് വേണം സ്വന്തം മനസ്സ് എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്താൻ. അങ്ങനെയൊക്കെ തന്നെയാ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാതെ നമ്മളുടെ മനസ്സൊന്നും മാറാതെ ശാരീരികമായി അവിടെയും ഇവിടെയൊക്കെ പോയി നിന്ന് തിരിച്ചു വരുമ്പോൾ സ്വർഗം തരാമെന്ന് നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ഉറപ്പാ, നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആരെന്നറിയുമോ? മനുഷ്യന്റെ വർഗശത്രു അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രു ഇബ്ലീസ് റെഡിയാക്കിയിട്ടുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്, പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും അണക്കുതൊക്കെ കിട്ടും, ഒരു മനം മാറ്റവും സംഭവിക്കേണ്ടതില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പിടിക്കണം. നാലാമത്തെ, ഹാജറിന്റെ നാലാമത്തെ ക്വാളിറ്റി, അവൾ റെഫ്യൂജിയാണ്. അഭയാർത്ഥിയാണ്. നിങ്ങളറിയുമോ, ലോകത്തിലെ ഏറ്റവും പ്രയാസകരമായത് അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. എത്രയെത്ര മനുഷ്യരാണ് സ്വന്തം നാടില്ലാതെ കടലിലും കാട്ടിലുമൊക്കെ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണം കണക്ക് പിടിക്കാൻ പോലും, അതിന്റെ ഓഡിറ്റ് എടുക്കാൻ പോലും ഇന്ന് ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. നമുക്ക് കാണിച്ച അഭയാർത്ഥിയോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് നമ്മുടെ റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മനുഷ്യരെ മുഹാജിറുകൾ എന്ന് പറയും, സ്വീകരിച്ചവരെ അൻസാറുകളെന്നും. അൻസാറുകൾ കാണിച്ചതറിയുമോ? ആ നിലപാട് തന്നെയാണ് നമുക്കും ഉണ്ടാവേണ്ടത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നു. റസൂൽ 3 ദിവസം ലേറ്റാണ്. കാരണം 3 ദിവസം റസൂലും അബൂബക്കറും ഉള്ളത് ഗുഹയിലാണ്. അങ്ങനെ വന്ന് ഈ മദീനയിലേക്ക് ജോയിൻ ചെയ്ത ശേഷം റസൂലിന്റെ മുഖത്ത് ചിരി വിരിയുന്നില്ല. എന്താണ് അങ്ങ് ചിരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറയുന്നത്, എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന ഈ അഭയാർത്ഥികളെ ഇന്ന് എവിടെ രാത്രി ഉറങ്ങും, അതിൽ സങ്കടപ്പെട്ടാണ് എനിക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച, അവർ വീട്ടിലേക്ക് ഓടുകയാണ്. മദീനക്കാർ വീട്ടിലേക്ക് ഓടിയിട്ട് തിരിച്ചു വരുന്നത് ഒരു കയറ് വെച്ചാണ്. അവർ ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ കയറ് കൊണ്ടുവരുന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇത് കയറാണ്, ഇത് വെച്ച് താങ്കൾ അളക്കണം, ഞങ്ങളുടെ വീടിന്റെ പകുതി ഭാഗം അവർക്ക് കൊടുക്കാം. ഞങ്ങൾ അളന്നാൽ മനുഷ്യരല്ലേ, അല്പം അധികം ഞങ്ങൾ എടുത്താലോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അളന്നു കൊടുക്കണം. വീട്ടിന്റെ പകുതി അവർക്ക് കൊടുക്കണം. സാധിക്കുമോ എനിക്കും നിങ്ങൾക്കും? മറ്റൊരു നാട്ടിൽ നിന്ന് അഭയം തേടി വന്ന മുഹാജിറുകൾക്ക് വീടിന്റെ പകുതി കൊടുക്കുന്നു. പകുതി കൊടുത്തിട്ടോ നേരം വെളുക്കുമ്പോഴും റസൂല് ചിരിക്കുന്നില്ല. റസൂല് പറയുന്നത്, ഇന്നലെ നമ്മൾ ഉറങ്ങി, ഇപ്പൊ വീടൊക്കെ ഉണ്ട്, ഈ മനുഷ്യരെങ്ങനെ ഇനി ജീവിക്കും എന്നതാണ്. മനുഷ്യര് ജീവിക്കണ്ടേ? വീണ്ടും അവരോടി അതിനേക്കാൾ വലിയ കയറ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മക്കളെക്കാൾ സ്നേഹിക്കുന്ന ഈത്തപ്പനത്തോട്ടുണ്ടല്ലോ, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഈത്തപ്പനത്തോട്ടത്തെ താങ്കൾ അളന്ന് മുറിച്ച് പകുതി കൊടുക്കണം. അങ്ങനെ പകുതിയും കൊടുത്തു. ഇപ്പൊ വീടായി, വരുമാന മാർഗമായി. ഇനി മൂന്നാമത് ഇനി ഇവർക്ക് കുടുംബം എങ്ങനെ? അഭയാർത്ഥിയായ വന്ന മനുഷ്യന് കുടുംബം വേണ്ടേ എന്ന് പറഞ്ഞപ്പോ ലോകത്തൊരിടത്തും കാണാത്ത കാഴ്ചയാണ്. 2 ഭാര്യമാരുണ്ടായിരുന്നവർ ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലി റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന പേന ഒന്ന് തരുമോ എന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കുന്നത് പോലെയല്ല, ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഇണയെയാണ് കൈമാറുന്നത്. ഇസ്ലാമിൻ്റെ സാഹോദര്യം അത്രയാ. അങ്ങോട്ട് കൊടുത്തു.
രാത്രികാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വന്ന മനുഷ്യരുടെ അവർ ഉറങ്ങുന്നുണ്ടോ, കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി വീടുകളിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകൾക്ക് ഉറക്കം വരാത്തപ്പോ അവർ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഈത്തപ്പനയുടെ പട്ട കൊണ്ടുണ്ടാക്കിയ വിശറി ഉപയോഗിച്ച് അവരെ വീശി വീശി ഉറക്കുന്നതാണ്. അവരെ സുബ്ഹാനക്, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഇങ്ങനെയാണ് അഭയാർത്ഥിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്കും നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഇവിടെ എൻ്റെ പ്രശ്നം എന്താണ്? നമുക്ക് അഭയാർത്ഥികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് അവൻ വന്നു പാർക്കുന്നവൻ പറയാറില്ലേ? തൊട്ടപ്പുറത്തെ നാട്ടിൽ നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് എത്ര കാലം ജീവിച്ചാലും അവൻ വന്നു പാർക്കുന്നവൻ 2ാം നമ്പർ ആക്കാറുണ്ട്. പുതു മുസ്ലിം നമ്മളുടെ ഒരു പുതിയ പ്രയോഗമാണ്. ഇപ്പം ഇങ്ങോട്ട് ഇസ്ലാമിക് കയറിയവനും പാരമ്പര്യമുള്ളവനും എന്ന് നമ്മൾ പറയാറുണ്ട്. ആ നാട്ടുകാരനാണ് അവൻ എന്നൊക്കെ പറയാറില്ലേ? ഉണ്ട്. നമ്മുടെ നാട്ടിലൂടെ ഒരാൾ ബൈക്കോട്ടിച്ചു പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആ നാട്ടുകാരനും മറുനാട്ടുകാരനുമാണ് തർക്കമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നത് സ്വന്തം നാട്ടുകാരോടൊപ്പമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൂടെ യാത്ര പോകുന്ന ഒരാൾ നമുക്ക് അതിഥിയാണ്. അവൻ നമ്മുടെ അതിഥിയാ. അവന് വേണ്ടിയാണ് കൂട്ടുനിൽക്കേണ്ടത്. അത്രമേൽ പ്രയാസമുള്ള മനസ്സിന്റെ ഉടമകളാണ് നമ്മളിൽ പലരും, ഞാനടക്കം എന്നതാണ് പറഞ്ഞത്. ഈ പ്രയാസങ്ങളെല്ലാം ഉരുക്കിക്കളഞ്ഞ് ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് ഞാനും നിങ്ങളും കുഞ്ഞാകുന്നതടോ. അല്ലേ? മനുഷ്യനും വേർതിരിക്കുന്ന ജെൻഡർ നോക്കാതെ, അവന്റെ കളറ് നോക്കാതെ, അവന്റെ പാരമ്പര്യവും അവന്റെ കുടുംബവും നോക്കാതെ, അവന്റെ രാജ്യവും നാഷണാലിറ്റിയും നോക്കാതെ മുഴുവൻ മനുഷ്യരെയും കുല്ലുക്കും മിൻ ആദം, അല്ലേ? എല്ലാ മനുഷ്യരും ആദമിൽ നിന്ന്, കുല്ലുക്കും മിൻ തുരാബ്, നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന്, അങ്ങോട്ട് തന്നെ പോകേണ്ടവർ. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നീ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്ക് എത്തപ്പെട്ടു എന്ന് പറയുന്നത്. പടച്ച തമ്പുരാൻ ഇപ്പറഞ്ഞതുപോലെ എല്ലാ ബന്ധങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന, ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരോടും ഒരേ നിലപാടുള്ള നല്ല മനുഷ്യനായിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ. പൊടുന്നനെ ഈ ഹതീമിന്റെ ഉള്ളിൽ കയറി ഒരു മനം മാറ്റം സാധ്യമല്ല. മുന്നേ പറഞ്ഞു വെച്ചത് ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങളിൽ മാനസികമായ മുന്നൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക, സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ ഒരു പ്രയാസവും ഇല്ലാതിരിക്കുക, നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഒരേ കണ്ണോടുകൂടെ കാണുക, പണമുള്ളവനും ഇല്ലാത്തവനും തുടങ്ങിയ വൈജാത്യങ്ങളെ മനസ്സിൽ നിന്ന് എറിഞ്ഞു കളയുക. എങ്കിൽ മാത്രമേ തിരിച്ചു വരുമ്പോൾ കുഞ്ഞായി പുറത്തു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പടച്ച തമ്പുരാൻ നമുക്കതിന് വിധി കൂട്ടട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.